സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു കേസാണ് പൂനെയിലെ യുവ വ്യവസായി കേതൻ അഗർവാളിന്റെ മരണവും അദ്ദേഹത്തിന്റെ പ്രതിശ്രുത വധു സിയ ഗോയലിന്റെ അറസ്റ്റും. കുറച്ച് ദിവസം മുമ്പ് വരെ ഇതൊരു ദാരുണ അപകടമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. ഒരു ട്രെക്കിങ്ങിനിടെ മലമുകളിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു എന്നായിരുന്നു കഥ. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം പുറത്തു വന്ന വിവരങ്ങൾ രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചു. കാരണം മരണം അപകടമല്ലെന്നും അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നും അന്വേഷണ സംഘം ഇപ്പോൾ പറയുകയാണ്. ആരാണ് കേതൻ അഗർവാൾ? മഹാരാഷ്ട്രയിലെ പൂനെ സ്വദേശിയായ 25 വയസ്സുകാരൻ, ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ. കുടുംബവും ബിസിനസ്സും എല്ലാം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതിനിടെയാണ് സിയ ഗോയലുമുള്ള വിവാഹ നിശ്ചയം നടക്കുന്നത്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. എന്നാൽ ആ ബന്ധത്തിനുള്ളിൽ തന്നെ മറ്റൊരു കഥ വളർന്നുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം സിയ ഗോയൽ ചേതൻ ചൗധരി എന്ന യുവാവുമായി പ്രണയത്തിലായിരുന്നു. ഏകദേശം 8 മാസത്തോളം ഈ ബന്ധം തുടർന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിനിടെയാണ് കുടുംബത്തിന്റെ സമ്മർദ്ദത്തിൽ സിയയുടെ വിവാഹ നിശ്ചയം കേതനുമായി നടക്കുന്നത്. കേതൻ അവരുടെ ബന്ധത്തിന് ഒരു തടസ്സമായി മാറിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. കഥ ഇവിടെ നിന്ന് കൂടുതൽ ഞെട്ടിക്കുന്നതായി മാറുന്നു. പോലീസിന്റെ കണ്ടെത്തലനുസരിച്ച് മെയ് 31 ലോഹാഗഡ് കോട്ടയിൽ വെച്ച് ആദ്യ കൊലപാതക ശ്രമം നടന്നു. മലമുകളിൽ ട്രെക്കിങ്ങിനിടെ സിയ കേതനെ തള്ളിയിട്ടുവെന്നാണ് ആരോപണം. എന്നാൽ കേതൻ താഴേക്ക് പതിക്കാതെ ചെടികളിൽ പിടിച്ച് രക്ഷപ്പെട്ടു. അപ്പോൾ പാമ്പ് കണ്ടതുകൊണ്ടാണ് തള്ളിയതെന്നായിരുന്നു സിയ പറഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കേതൻ അത് വിശ്വസിച്ചു. ജൂൺ 4 വീണ്ടും ലോഹഗഡ് കോട്ടയിലേക്ക് പോകാൻ പദ്ധതി തയ്യാറാക്കി. എന്നാൽ അവസാന നിമിഷം കേതന്റെ അമ്മ അനുമതി നൽകിയില്ല. അതോടെ ആ പദ്ധതി പരാജയപ്പെട്ടു. ഈ കേസിൽ പിന്നീട് വലിയ ചർച്ചയായ മറ്റൊരു വിവരം പുറത്തു വന്നു. വിവാഹത്തിന് മുമ്പ് ബാലിയിലേക്ക് യാത്ര പോകാനുള്ള പദ്ധതി ഇരുവർക്കുമുണ്ടായിരുന്നു. പക്ഷേ സിയയുടെ കാമുകന് അത് ഇഷ്ടമായില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. തുടർന്ന് കേതന്റെ പാസ്പോർട്ട് സിയ കീറി നശിപ്പിച്ചുവെന്നും അതൊരു ശൗചാലയത്തിൽ ഉപേക്ഷിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ജൂൺ 14 വീണ്ടും ലോഹഗഡിൽ വെച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അന്ന് അവിടെ നിരവധി സഞ്ചാരികൾ ഉണ്ടായിരുന്നതിനാൽ പദ്ധതി ഉപേക്ഷിച്ചു. ജൂൺ 18 കേതന്റെ ജന്മദിനത്തിന് ഒരു ദിവസം മുമ്പ് വീണ്ടും ലോഹഗഡ് കോട്ടയിലേക്ക് യാത്ര. ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഫോട്ടോ എടുക്കുന്നതിനിടെയാണ് കേതൻ 300 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് വീണത്. ആദ്യം എല്ലാവരും അപകടമാണെന്ന് കരുതി. പക്ഷേ കുടുംബം അത് വിശ്വസിച്ചില്ല. അവരുടെ സംശയമാണ് പിന്നീട് അന്വേഷണത്തിന് വഴി തുറന്നത്. അന്വേഷണത്തിൽ ഏറ്റവും വിചിത്രമായ ഭാഗം ഇതാണ്. 33 ഡിഗ്രി ചൂടുള്ള കാലാവസ്ഥയിൽ ഒരു യുവാവ് ഹുഡി ധരിച്ച് CCTVയിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ അസാധാരണമായ കാഴ്ച പോലീസിന്റെ ശ്രദ്ധയിൽ പിടിച്ചുപറ്റി. അതിൽ നിന്നാണ് സംഭവങ്ങളുടെ ചുരുളഴിയാൻ തുടങ്ങിയത്. അവസാനം സിയയും ചേതനും തമ്മിലുള്ള ബന്ധവും ഗൂഢാലോചനയും അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായത് സിയയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ്. കേതൻ മരിച്ചതിന് ശേഷം സിയ പങ്കുവച്ച വികാരനിർഭരമായ പോസ്റ്റ്. എൻ്റെ ജന്മദിനത്തിൽ നീ എന്നെ വിട്ടുപോയി എന്ന അർത്ഥത്തിലുള്ള സന്ദേശമായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ പലർക്കും സിയയോട് സഹതാപം തോന്നി. പക്ഷെ പിന്നീട് അതേ പോസ്റ്റ് തന്നെ വലിയ വിവാദമായി മാറി. കാരണം ദുഃഖം പ്രകടിപ്പിച്ച ആ വ്യക്തി തന്നെയാണ് കൊലപാതക ഗൂഢാലോചനയുടെ കേന്ദ്ര കഥാപാത്രമെന്ന ആരോപണമായി പോലീസ് രംഗത്തെത്തിയത്. കേതന്റെ കുടുംബം ഇപ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹ നിശ്ചയത്തിന് ശേഷം പലപ്പോഴും ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നത്. സിയയുടെ പെരുമാറ്റത്തിൽ ചില അസാധാരണതകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും കേതൻ പോലും ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെന്നും കുടുംബം അവകാശപ്പെടുന്നു. എന്നാൽ വിവാഹം അടുത്തിരുന്നതിനാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയായിരുന്നു. ഇപ്പോൾ സിയ ഗോയലും ചേതൻ ചൗധരിയും അറസ്റ്റിലായിരിക്കുകയാണ്. അപകടമരണമെന്ന നിലയിൽ തുടങ്ങിയ കേസ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന കൊലപാതക അന്വേഷണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഇനിയും അന്വേഷണം തുടരുകയാണ്. കോടതിയിൽ തെളിവുകൾ പരിശോധിക്കപ്പെടും. അന്തിമവിധി വരുന്നതുവരെ എല്ലാവരും നിയമപരമായി കുറ്റാരോപിതർ മാത്രമാണെന്ന കാര്യവും ഓർക്കണം. ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ദുഃഖം പങ്കുവച്ച യുവതി. ഒരു മാസത്തിനുള്ളിൽ 4 തവണ നടന്നു എന്ന് പറയപ്പെടുന്ന കൊലപാതക ശ്രമങ്ങൾ. ഒടുവിൽ 300 അടി താഴ്ചയിലേക്ക് വീണ യുവാവ്. അപകടമെന്ന് കരുതിയ സംഭവം കൊലപാതക കേസായി മാറി. ഈ കഥ ഒരു ക്രൈം ത്രില്ലറിനെ പോലും വെല്ലുന്ന തരത്തിലുള്ളതാണ്. എന്നാൽ ഇതൊരു സിനിമയല്ല, ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട യഥാർത്ഥ സംഭവമാണ്. ഈ കേസിൽ ഇനി പുറത്തു വന്ന വിവരങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അതിനോടൊപ്പം തന്നെ സിയയുടെ ബർത്ത്ഡേ അനുബന്ധിച്ച് കേതൻ നൽകിയ സർപ്രൈസ് പാർട്ടിയുടെ വീഡിയോസും മറ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഇത്രയും സന്തോഷകരമായൊരു നിമിഷം നൽകിയ ഒരാളെയാണോ പെൺകുട്ടി കൊന്നതെന്നാണ് പലരും ചോദിക്കുന്നത്.